കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതും ചിന്തിക്കുന്നതുമാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇതിനേക്കാൾ ഭയാനകമായ ധാരാളം വാർത്തകൾ കേട്ട് നമ്മുടെ മനസ്സാക്ഷി മരവിച്ചിരിക്കുന്നത് കൊണ്ട് പലരും ഈ വാർത്തയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൊച്ചു കേരളം, സുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കൊച്ചു കേരളം, സാക്ഷരതയിൽ മുൻപ് നിൽക്കുന്ന കേരളം, ലോകത്തെവിടെയും മലയാളികൾ എന്ന അഭിമാനത്തോടെ നിൽക്കുന്ന കൊച്ചു കേരളത്തിൽ ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ എവിടെ എത്തി നിൽക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വസ്തുതയായ വിഷയമാണ്. മദ്യലഹരിയും നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന വിപത്ത് സ്നേഹിക്കേണ്ട കരങ്ങൾ കൊണ്ട്, വളർത്തിയെടുക്കേണ്ട കരങ്ങൾ കൊണ്ട് ദാരുണമായിട്ട് ആ വാർത്തകൾക്ക് വിശദീകരണം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനസ്സാക്ഷി മരവിച്ച ഒരു പിതാവ് ആ കുഞ്ഞിനെ തൽക്ഷണം കൊന്നു. ആ വാർത്ത ഈ സമൂഹത്തിൽ എന്നും മായ്ച്ചു കളഞ്ഞാലും മായാത്തൊരു സംഭവമായി നിൽക്കുകയാണ്. അപ്പൊ മദ്യം നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന വിപത്തുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കൊച്ചു കൊച്ചു റോഡുകളിൽ, തിരക്കുള്ള റോഡുകളിൽ ദൈനംദിന ജീവിതത്തിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന, അപകടങ്ങളിൽ മരിച്ചു മാറ്റപ്പെടുന്ന അനവധി പേരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡപകടങ്ങളിൽ 80% മദ്യലഹരിയിൽ വാഹനങ്ങൾ ഓടിച്ചുണ്ടാകുന്നത് എന്നാണ് FIR റിപ്പോർട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കുടുംബങ്ങളെ തകർക്കുന്ന, സാമൂഹിക വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യലഹരിയും നമ്മുടെ തലമുറയിൽ വളരെ ശക്തമായി വേരോട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദ്യലഹരിയും നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു വിപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലഹരിക്കെതിരെ ശബ്ദമുയർത്തുവാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. മദ്യം, മയക്കുമരുന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുടുംബങ്ങൾ തകരുകയാണ്. ഇന്ന് വിവാഹത്തെക്കാൾ വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വിവാഹമോചനം എന്ന് പറയുന്നത് തന്നെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പുനർവിവാഹങ്ങളുടെയും പരസ്യങ്ങൾ പത്രത്തിൽ നാം വായിക്കാറുണ്ട്. തന്റേതല്ലാത്ത കാരണം കൊണ്ട് വിവാഹമോചനമായി ചെയ്യപ്പെട്ട യുവതി അല്ലെങ്കിൽ യുവാവ് വരനെ അല്ലെങ്കിൽ വധുവിനെ തേടുന്നു. ഇരുകൂട്ടരും പറയുന്നത് തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നതെന്ന് എല്ലാവരും പറയുന്ന ഒരു വാർത്തയാണ്. പക്ഷെ പിന്നെ ആരുടെ കാരണം കൊണ്ടാണ് ഈ വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വിവാഹമോചനങ്ങൾ നടക്കുന്ന പല കുടുംബങ്ങൾക്കകത്തും ഭർത്താവിന്റെ അമിതമായിരിക്കുന്ന മദ്യപാനമാണ് എന്നത് വളരെ രഹസ്യമല്ലാത്ത പരസ്യമായ കാര്യമാണ്. അമിതമായിരിക്കുന്ന മദ്യപാനം കൊണ്ട് നമുക്കറിയാം, വിവാഹവേദി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരവും സുന്ദരവുമായി അണിയിച്ചൊരുക്കുന്ന കതിർമണ്ഡപങ്ങളിലും അതുപോലെയുള്ള വിവാഹവേദികളിലും വിവാഹം കഴിഞ്ഞിറങ്ങുന്ന വരനും വധുവിനും ധാരാളം സ്വപ്നങ്ങളുണ്ട്, ധാരാളം ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങുന്ന ആ കുടുംബ ജീവിതങ്ങൾ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ നടുവിൽ മദ്യവും ലഹരിയുടെ ഉപയോഗം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട് വിവാഹമോചനങ്ങളിൽ എത്തുന്നു എന്ന വാർത്ത നാം ധാരാളം കേൾക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ മദ്യപിക്കുന്ന പുരുഷന്മാരെ കുറിച്ചും ലഹരി ഉപയോഗിക്കുന്ന പുരുഷന്മാരെ കുറിച്ചും മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് ഇന്ന് 50% സ്ത്രീകളും
മദ്യവും ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ്. ഇങ്ങനെ മദ്യം ഉപയോഗിച്ചതുകൊണ്ട്, ലഹരി ഉപയോഗിച്ചതുകൊണ്ട് സാമ്പത്തിക തകർച്ചകൾ, മാനസികമായ തകർച്ചകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് വിവാഹമോചനങ്ങൾ സംഭവിച്ച് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊലപാതകങ്ങൾ, എണ്ണി പറയുവാൻ കഴിയുന്ന ധാരാളം കൊലപാതകങ്ങൾ മദ്യലഹരിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ധാരാളം ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട്. ധാരാളം കൊലപാതകങ്ങളും അതുപോലെ മോഷണം തുടങ്ങിയ ഒത്തിരി വിഷയങ്ങൾ ലഹരിയുടെ അമിതമായിരിക്കുന്ന ആസ്പത്രിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ മദ്യം നമ്മുടെ സമൂഹത്തിന്റെ ഒരു വില്ലനായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ലഹരി നമ്മുടെ സമൂഹത്തിൽ ഒരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പാലോട് താമസിക്കുന്ന, വാഹനങ്ങൾ ഓടിക്കുന്ന യാത്രക്കാരായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഈ മദ്യവും ലഹരിയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു സാമൂഹിക വിപത്താണ് എന്നതിൽ തർക്കമില്ല. ഒരുപക്ഷെ മദ്യപിക്കുകയും അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ പുതിയതും പഴയതുമായിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും വൈവിധ്യമേറിയ ലഹരികൾ നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുകയാണ്. അതിൽ ഏറ്റവും നവീന ശ്രേണിയിൽപ്പെട്ട MDMA എന്ന് പറയുന്ന ലഹരി വസ്തു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം വിറ്റഴിക്കപ്പെടുകയാണ്. നമ്മുടെ കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ലഹരിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. MDMA എന്ന് പറയുന്ന ആ ലഹരിയുടെ ഒരു ഗ്രാമിന് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിലയുള്ള ലഹരി നമ്മുടെ യുവനക്കാരും യുവതികളും വാങ്ങിച്ചുപയോഗിക്കുകയാണ്. MDMA എന്ന് പറയുന്ന ലഹരി വസ്തു സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ ഫലമായി MDMA എന്ന് പറയുന്ന ലഹരി സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും പല്ലുകൾ പൊടിഞ്ഞു പോകുകയും എല്ലുകൾ പൊടിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ MDMA എന്ന് പറയുന്ന ലഹരി വസ്തു ഉപയോഗിക്കുന്നത് കൊണ്ട് അവരെത്തിച്ചേരുമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ എല്ല് മുറിയുന്നതിന് മുമ്പും പല്ല് മുറിയുന്നതിന് മുമ്പും നമ്മുടെ നാട്ടിൽ ചുഴലിയെന്നും അതുപോലെ അപസ്മാരമെന്നും പറയുമ്പോൾ ഉണ്ടാകുന്ന അതേ ലക്ഷണങ്ങളോടുകൂടി സ്ഥിരമായി MDMA ഉപയോഗിക്കുന്ന വ്യക്തി ഒരു വിഷാദ രോഗത്തിലേക്ക് അകപ്പെടുവാനിടയായിത്തീരും. ഇങ്ങനെ നമ്മുടെ തലമുറയുടെ സമ്പത്തും ആരോഗ്യവും ഭാവി ജീവിതവും കവർന്നു തിന്നുന്ന ധാരാളം ലഹരി നമ്മുടെ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടുകയാണ്. ലഹരിയുടെ ഉപയോഗം കൊണ്ട് സാമൂഹികമായ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില വിഷയങ്ങൾ ഞാൻ ഉന്നയിക്കുവാനും ഇടയായിത്തീർന്നു. അക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതിന് ഏതൊരു സംശയവുമില്ല. മാത്രവുമല്ല, അമിതമായ ലഹരി ഉപയോഗം, അമിതമായ മദ്യപാനം, അമിതമായ സിഗരറ്റ് വലി ഒരു മനുഷ്യനെ ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ സമ്മാനിക്കുവാനിടയായിത്തീരും. ക്യാൻസർ പേഷ്യന്റിൽ അധികവും ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് വൻകുടലിനും ശ്വാസകോശത്തിനും വായ്ക്കകത്തും പല്ലുകൾക്കിടയിലും ക്യാൻസർ വന്ന് മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. വളരെ ശ്രദ്ധിക്കണമേ. ഇങ്ങനെ സമൂഹത്തിന്റെ ഏത് വശത്തുനിന്ന് പഠിച്ചാലും ലഹരി എന്ന് പറയുന്നത് മനുഷ്യന് ഗുണം ചെയ്യുന്നതോ മനുഷ്യന് നന്മ ചെയ്യുന്നതോ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന് പ്രയോജനമോ ഉള്ളതല്ല ലഹരിയുടെ ഉപയോഗം. കുടുംബങ്ങൾ തകരുന്നു, ആരോഗ്യം തകരുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ ധാരാളം വർദ്ധിക്കുന്ന ലഹരി നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിറ്റഴിക്കപ്പെടുകയാണ്.
ധാരാളം വിറ്റഴിക്കപ്പെടുന്ന ലഹരിയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരുപാട് വിപത്തുകൾ, കൊലപാതകങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായം 50 വയസ്സിന് മുകളിലായിരുന്നു. 50 വയസ്സിന് മുകളിലുള്ളവരാണ് മദ്യപിച്ച് ലക്ക് കെട്ട് നമ്മുടെ സമൂഹത്തിൽ കൂടി നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത്, അന്ന് അവിടെ നിന്നൊരു 40 വർഷത്തോളം ഇങ്ങോട്ട് അടുക്കുമ്പോൾ മദ്യപിക്കുന്നവരുടെ പ്രായം 50-ൽ നിന്ന് 45-ലേക്കും 45-ൽ നിന്ന് 40-ലേക്കും 40-30-ലേക്കും 30-ൽ നിന്ന് 25-ലേക്കും 25-ൽ നിന്ന് 20-ലും 18-ലും 16 വയസ്സിലുമുള്ള നമ്മുടെ ശൈശവം വിട്ടുമാറാത്ത കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്താണ്. അറിഞ്ഞും അറിയാതെയും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പല കലാലയങ്ങൾക്കകത്തും ലഹരിയുടെ അമിതമായ ഉപയോഗമുണ്ട്. ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ കലാലയങ്ങളിൽ ചെലവഴിക്കുന്നു എന്ന വാർത്ത നമുക്ക് ഭയാനകമാണ്. വളർന്നു വരുന്ന തലമുറ, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ അയക്കുമ്പോൾ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് നല്ല ആഹാരം കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുപയോഗിക്കുന്നത് ലഹരിയുടെ ലോകമാണ് എന്നത് നമ്മെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു വിഷയമാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹം മദ്യവും ലഹരിയും ധാരാളം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമേ. മദ്യം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വിപത്ത്, മദ്യം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്, മദ്യം നമ്മുടെ സമൂഹത്തിന് വരുത്തുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. ഇങ്ങനെ ഞങ്ങൾ ധാരാളം മദ്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില സുഹൃത്തുക്കൾ ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ട്. ചിലർ വിറയ്ക്കുന്ന കൈകോടെ വരാറുണ്ട്, ചിലർ കരഞ്ഞുകൊണ്ട് വരാറുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിയ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മദ്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ തകർപ്പതാണ്. ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാരുടെ നിന്ന് കൗതുകത്തിനാരംഭിച്ച ആ ലഹരിയുടെ ഉപയോഗം ഞങ്ങളുടെ ജീവിതം തകർത്തു. ആരോഗ്യം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആരോരുമില്ലാത്തവനായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. മദ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന ആഗ്രഹമുണ്ട്, മദ്യം ഞങ്ങൾക്ക് ഉപേക്ഷിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എത്ര ആഗ്രഹിച്ചിട്ടും ഈ മദ്യത്തിൽ നിന്ന് മോചനം നേടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മദ്യം ഞങ്ങൾക്ക് ഉപേക്ഷിപ്പാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപമെന്നാണ്. പാപം എന്ന വാക്കിന്റെ അർത്ഥം ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു, ഇതിനെ പാപമെന്ന് പറയുന്നു. മദ്യപിക്കരുതെന്ന്, മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന്, തിന്മകളിൽ ജീവിക്കരുതെന്ന് എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര ആഗ്രഹിച്ചാലും സാധിക്കാത്ത പാപം മനുഷ്യകുലത്തിൽ കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ പാപം മനുഷ്യകുലത്തിൽ കടന്നത്? ഏദൻ ഭൂഗാവനത്തിൽ ദൈവം മനുഷ്യനെ തന്റെ കരത്താൽ സൃഷ്ടിച്ചാക്കി വെച്ചു. അവിടെ മനുഷ്യനൊരു കൽപ്പന കൊടുത്തു. മനുഷ്യന് ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ചു. മനുഷ്യൻ പാവിയായി തീർന്നു. പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യൻ രോഗികളും അസമാധാനം നിറയപ്പെട്ടവനായും മനുഷ്യൻ അനവധി പ്രശ്നങ്ങളിലേക്കും അകപ്പെടുവാനിടയായി തീർന്നു. അവിടെ നിന്ന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ഒരുപാട് കർമ്മങ്ങൾ നടത്തി, ഒരുപാട് ആചാരങ്ങൾ നടത്തി, ഒരുപാട് പുണ്യപ്രവർത്തികൾ നടത്തി. പാപപങ്കുലമായ ലോകത്ത് ജനിച്ചു വളർത്തപ്പെട്ട പാവിയായ മനുഷ്യന്റെ നേർച്ചകളും കാഴ്ചകളും പുണ്യപ്രവർത്തികളും ഒരുപോലെ പരാജയപ്പെട്ടു പോയപ്പോൾ മനുഷ്യനെ സ്നേഹിച്ച ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷാപദ്ധതി ഒരുക്കി. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ദൈവം ഈ ഭൂമിയിൽ അവതരിച്ച് 33.5 തിരുവർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും മനുഷ്യന്റെ നന്മകളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ച് അവസാനമായി
അരമധ്യ കാൽവരിയുടെ കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിപ്പാനല്ല, ഒരു മതത്തിനെ കെട്ടിപ്പടുക്കുവാനുമല്ല. യേശു ക്രിസ്തു വന്നത് അസമാധാനത്തിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന, പാപപങ്കുലമായ ജീവിതത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ യേശുവിന് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു മതത്തിന്റെ ചിന്തകളായിട്ടോ ഏതെങ്കിലും സഭയുടെ പഠിപ്പിക്കലായിട്ടോ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ലഹരിക്കടിമയായി, മദ്യത്തിനടിമയായി ജീവിതങ്ങൾ തകർന്ന് ആർക്കും വേണ്ടാതെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ചിന്തിച്ച വ്യക്തികളാണ്. എന്നാൽ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന ആ സന്ദേശം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി, ഞങ്ങൾക്ക് സമാധാനം നൽകി, ഞങ്ങൾക്ക് സന്തോഷം നൽകി. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിട്ടുകൊണ്ട് ഞാൻ പ്രിയ സുഹൃത്തെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണോ? നിങ്ങൾ സമാധാനകരമായ ജീവിതം നയിക്കുകയാണോ? നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമില്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തലിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മീതെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കമുള്ള ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിപ്പാൻ സത്യവും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. മറ്റൊരുത്തൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ കവലയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന, ബിസിനസ് ചെയ്യുന്ന, യാത്രക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പാപമോചനവും നിത്യതയും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകണം. ആരെങ്കിലും ലഹരിക്കടിമയാണെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാം തന്നെ ആമേൻ. ഇതുവരെയും ഞങ്ങളുടെ ശബ്ദങ്ങൾ ശ്രവിക്കുകയായിരുന്നു. പ്രസംഗത്തിൽ കൂടെയും പാട്ടുകളിൽ കൂടെയും ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ലഘു നാടകം, ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. അതിൽ കൂടെയുള്ള രക്ഷാ സന്ദേശം ഒരിക്കൽ ഗ്രഹിക്കുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ.